ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഡൗട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ്. ക്ലീ വേഴ്സസ് ക്യുസാറ്റ് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ക്ലീ എന്ന് പറയുന്നത്, എന്താണ് ക്യുസാറ്റ് എന്ന് പറയുന്നത്, ഇത് രണ്ടും ഡിഫറെൻറ്റ് എക്സാംസ് ആണോ, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ കോളേജസ് ഉള്ളത്, ഏതൊക്കെ കോഴ്സാണ് ഉള്ളത്, ഈ രണ്ട് എൻട്രൻസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ തുടങ്ങിയ ഡൗട്ടാണ് ചോദിക്കുന്നത് കുറേ കുട്ടികൾ. അപ്പോൾ അതിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. So welcome to another video by Lead Academy and this is CLE versus CUSAT video. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ക്യുസാറ്റ് എന്ന് നോക്കാം, അതിനുശേഷം എന്താണ് ക്ലീ എന്ന് പറഞ്ഞുതരാം. ക്യുസാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കൊച്ചിയിലുള്ള ഒരു കോളേജിൻ്റെ പേരാണ്. ആക്ച്വലി ഇതൊരു കോളേജ് അല്ല, ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഷോർട്ടായിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് ക്യുസാറ്റ് എന്ന് പറയുന്നത്. ഈ കോളേജിൽ LLB ഉണ്ട്, അഥവാ ഈ യൂണിവേഴ്സിറ്റിയിൽ LLB ഉണ്ട്. ആ LLBക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ക്യുസാറ്റ് കാറ്റ് എന്ന് പറയുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്യുസാറ്റിൽ 5 ഇയർ LLB ഉണ്ട്, 3 ഇയർ LLB ഉണ്ട്. 5 ഇയർ LLBയിൽ 3 കോഴ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്: BCom LLB, BBA LLB, BSc LLB. +2 കഴിഞ്ഞ കുട്ടികൾക്ക് 5 ഇയർ LLB എടുക്കാവുന്നതാണ്. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് 3 ഇയർ LLB ചൂസ് ചെയ്യാൻ പറ്റും. ഇനി കേരള ലോ എൻട്രൻസിലോട്ട് വരികയാണെങ്കിൽ ക്ലീ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ലോ എൻട്രൻസ് എക്സാം എന്നാണ് ക്ലീയുടെ ഫുൾ ഫോം. ക്ലീ എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, ഇതുകൂടാതെ കേരളത്തിൽ വരുന്ന 25ഓളം പ്രൈവറ്റ് കോളേജിലോട്ടുള്ള അഡ്മിഷൻ എക്സാമാണ്. കേരള ലോ എൻട്രൻസിലും 5 ഇയർ LLB ഉണ്ട്, 3 ഇയർ LLB ഉണ്ട്. 5 ഇയർ LLB ഉള്ളത് BCom LLB ഉണ്ട്, BBA LLB ഉണ്ട്, BA LLB കോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ 3 ഇയർ LLB കോഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ക്യുസാറ്റ് വേറെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അതിൻ്റെ അഡ്മിഷൻ എക്സാം ക്യുസാറ്റ് കാറ്റ് എന്ന് പറയുന്ന അഡ്മിഷൻ എക്സാമാണ്. നേരെ മറിച്ച് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോടൊക്കെ ആണെങ്കിൽ അത് വേറെ ടൈപ്പ് കോളേജസ് ആണ്. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ക്ലീ എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമാണ് എഴുതേണ്ടത്. ക്യുസാറ്റ് ആയാലും ക്ലീ ആയാലും ഇതിൻ്റെ അടിയിൽ വരുന്ന കോളേജസ് ഒക്കെ ഗവൺമെൻറ് കോളേജസ് ആണ്, പക്ഷേ ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് എക്സാം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിൻ്റെ എൻട്രൻസ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ക്യുസാറ്റ് എക്സാം ആയാലും ക്ലീ എക്സാം ആയാലും ഇത് രണ്ടും ഒരു ഓൺലൈൻ ബേസ്ഡ് എക്സാം തന്നെയാണ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ട് എഴുതുന്ന എക്സാം തന്നെയാണ്. അപ്പോൾ അതിൽ രണ്ട് എക്സാമും സെയിം തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പറിൽ വ്യത്യാസമുണ്ട്. ക്യുസാറ്റ് എക്സാമിൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 150 ചോദ്യങ്ങളാണ് ക്യുസാറ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നേരെ മറിച്ച് കേരള ലോ എൻട്രൻസിലോട്ട് വരുമ്പോൾ 120 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരള ലോ എൻട്രൻസിൽ 30 ചോദ്യങ്ങൾ കുറവാണ് ക്യുസാറ്റിനേക്കാൾ. സമയം രണ്ടും സെയിം ആണ്. ക്യുസാറ്റ് എക്സാമിനും കേരള ലോ എൻട്രൻസിനും 2 മണിക്കൂറാണുള്ളത്, 120 മിനിറ്റുള്ള ഒരു എക്സാമാണ്. ഈ രണ്ട് എക്സാംസും മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ആ ക്വസ്റ്റ്യൻ്റെ അടിയിൽ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറിലാണ് ഈ എക്സാമിൽ ഡിഫറൻസ് വരുന്നത്. ഓൺലൈൻ തന്നെയാണ് രണ്ട് എക്സാം, സമയം, മൾട്ടിപ്പിൾ ചോയ്സ്, ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെയിം ആണ്. ഇനി ഇതിൻ്റെ എൻട്രൻസിൽ എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണ്, മാർക്കിംഗ് എത്രയാണെന്ന് നോക്കാം. ക്യുസാറ്റ് ആയാലും ക്ലീ ആയാലും +3 -1 മാർക്കിംഗ് ആണ്. നിങ്ങൾക്കൊരു ചോദ്യം ശരിയായി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും, തെറ്റിച്ച് കഴിഞ്ഞാൽ -1 ആയിരിക്കും വരുന്നുണ്ടാവും. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല. ക്യുസാറ്റ് ആയാലും ക്ലീ ആയാലും അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസിന് മാർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഇനി എക്സാമിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾ ക്യുസാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരും ക്ലീ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടത്. ക്യുസാറ്റ് എക്സാമും ക്ലീ എക്സാമിൻ്റെയും പാറ്റേൺ ഡിഫറൻ്റ് ആണ്. ക്യുസാറ്റിൽ 25 ചോദ്യമാണ് ലീഗലിൽ ചോദിക്കുന്നത്, പക്ഷേ കേരള ലോ എൻട്രൻസിൽ 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 42 ചോദ്യമുണ്ട്. ഇംഗ്ലീഷിൽ ക്യുസാറ്റിൽ നിന്ന് 50 ചോദ്യമുണ്ട്, പക്ഷേ കേരള ലോ എൻട്രൻസിൽ 36 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ ലീഗൽ ക്ലീയിലാണ് കൂടുതൽ, പക്ഷേ ഇംഗ്ലീഷ് ക്യുസാറ്റിലാണ് കൂടുതൽ ചോദ്യമുള്ളത്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ ഏകദേശം സെയിം ആണ്. ക്യുസാറ്റിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കേരള ലോ എൻട്രൻസിൽ 27 ചോദ്യമുണ്ട്. GK ആൻഡ് കറണ്ട് അഫെയർ രണ്ടും ക്ലബ്ബ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറില്ല. ലോജിക്കൽ എന്ന് പറയുമ്പോൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ബേസിക് മാത്സ് ഒക്കെയുള്ള സംഭവങ്ങളാണ്. അത് ക്യുസാറ്റിൽ 50 ചോദ്യമുണ്ട്, ക്ലീയിൽ 15 ചോദ്യമേ ഉള്ളൂ. അപ്പോൾ രണ്ട് എക്സാംസിൻ്റെയും പാറ്റേൺ ഡിഫറൻ്റ് ആണ്. ഇതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ക്യുസാറ്റിൽ ഇംഗ്ലീഷ്, ലോജിക്കൽ ഈ ഏരിയാസിനാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. നേരെ മറിച്ച് കേരള ലോ എൻട്രൻസിലാണെങ്കിൽ ലീഗലിനും ഇംഗ്ലീഷിനുമാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസും പ്ലാൻ ചെയ്യാൻ. ക്യുസാറ്റിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 450 ആണ്, ക്ലീയിലെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, മാർക്കിംഗ് സെയിം തന്നെയാണ്, +3 -1 എന്ന് പറയും. ഇനി ഈ എക്സാം വിളിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ക്യുസാറ്റിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. 10th മാർച്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ക്യുസാറ്റ് കൊച്ചിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യാം. കേരള ലോ എൻട്രൻസിന് 2025 ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടില്ല, ഇതുവരെ ഓപ്പൺ അല്ല.
ക്യുസാറ്റിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആണ്, 10th മാർച്ച് വരെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവരുടെ എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. 5 ഇയർ LLB വരുന്നത് 10th മെയ് ആണ്, 3 ഇയർ LLB വരുന്നത് 11th മെയ് ആണ്. കേരള ലോണ്ടൻസിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഓപ്പൺ വന്നിട്ടില്ല. യൂഷ്വലി അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്താണ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വരാറുള്ളത്. എക്സാം നിങ്ങൾക്കൊരു ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്ലിക്കേഷൻ ഒരു മെയ് ജൂൺ സമയത്തൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ആസ് ഓഫ് റൈറ്റ് നൗ അപ്ലിക്കേഷൻ ഓപ്പൺ അല്ല. ക്യുസാറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, ആ കോളേജിൽ അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് admissions.cusat.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നോക്കാം. ക്ലീയുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ cee.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റും നിങ്ങൾക്ക് നോക്കാം. ക്യുസാറ്റ് എക്സാമിന് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് 1500 രൂപയാണ്. നിങ്ങൾ ക്യുസാറ്റ് എക്സാം എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫീസാണ് അടക്കേണ്ടി വരിക. കേരള ലോ എൻട്രൻസ് വിളിക്കാത്തത് കൊണ്ട്, അപ്ലിക്കേഷൻ ഓപ്പൺ ആവാത്തത് കൊണ്ട് അവരുടെ അഡ്മിഷൻ ഫീസും ഡീറ്റെയിൽസും കാര്യങ്ങളും റിലീസ് ആക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ഒരു ഫീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 685 രൂപയായിരിക്കും കേരള ലോ എൻട്രൻസിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ടാവുക. അത് ചിലപ്പം കുറച്ച് പൈസ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. എനിവേ അപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ക്യുസാറ്റും ക്ലീം എന്ന് പറയുന്നത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ആണെന്നുള്ളത്. സോ ക്യുസാറ്റ് നോക്കുന്നവർ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക, ക്ലീ നോക്കുന്നതിന് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. റിമെമ്പർ, നിങ്ങൾക്കിപ്പോൾ ക്യുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടതെങ്കിൽ അതിന് നിങ്ങൾ ക്യുസാറ്റിൻ്റെ എക്സാം എഴുതണം. ക്യുസാറ്റ് കാറ്റ് എന്ന് പറയുന്ന ക്യുസാറ്റിൻ്റെ എക്സാം. നിങ്ങൾക്ക് നേരെ മറിച്ച് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്തോ എറണാകുളത്തൊക്കെയാണ് പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലീ എഴുതണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എക്സാംസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ ക്യുസാറ്റിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ക്ലീയുടെ അപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും വീഡിയോസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ക്യുസാറ്റ്, ക്ലീ അതുകൂടാതെ മറ്റ് ലോ എൻട്രൻസുകൾ, ഇപ്പോൾ AMU, ജാമിയ, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ CUET അങ്ങനെയുള്ള മറ്റ് ലോ എൻട്രൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ, ഓൺലൈനായി പഠിക്കേണ്ടവർക്ക് ഓൺലൈനായിട്ട് പഠിക്കാം, ഇനി ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ വന്ന് പഠിക്കേണ്ടവർക്ക് അങ്ങനെയും പഠിക്കാം. അങ്ങനത്തെ ബാച്ചസ് നമ്മൾ ലീഡ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഓൺലൈൻ എടുക്കണോ ഓഫ്ലൈൻ എടുക്കണോ. ഹൈബ്രിഡ് ആയിട്ടുള്ള ബാച്ചസും അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, ആപ്പ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ. എഗെയിൻ എൻട്രൻസ് എക്സാം ട്രാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് എന്ത്? മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എൻട്രൻസിൻ്റെ പാറ്റേൺസിലുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാംസിന് എങ്ങനെ അപ്ലൈ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് കാര്യങ്ങൾ, എൻട്രൻസ് അസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഓരോ കുട്ടികൾക്ക് അവരുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ്, എങ്ങനെ മാർക്ക് കൂട്ടാം, എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്, അത്തരത്തിലുള്ള ഗൈഡൻസും മെൻറ്റർഷിപ്പൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓഫ്ലൈനായിട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങളുടെ വീട് ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്ട്സിൻ്റെ കാര്യങ്ങളായാലും ഫെസിലിറ്റീസും ഫീച്ചേഴ്സും എല്ലാം തന്നെ നമ്മുടെ ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ബാച്ചസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാസ് ചെയ്യുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു ഫ്രീ ഡെമോ ക്ലാസ് കാണാം. ആ ഡെമോ ക്ലാസ് കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോച്ചിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ തൊട്ട് ക്ലീയും ക്യുസാറ്റൊക്കെ നോക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈനുള്ള ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ എവരി വൺ. ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. ഡു വെൽ.